സീപ്ലെയിൻ പദ്ധതി കേരളത്തിന്റെ ടൂറിസം വികസനത്തിന് ആവശ്യമാണെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. മത്സ്യമേഖലയെ സീപ്ലെയിൻ പദ്ധതി ഒരു വിധത്തിലും ബാധിക്കില്ല. എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുമെന്നും ആർ നാസർ പറഞ്ഞു. സീപ്ലെയിൻ നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടൂറിസം നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. കേരളത്തിൽ പൊതുവെ ടൂറിസം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ ടൂറിസ്റ്റ് രംഗത്ത് ആണ് ഇപ്പോൾ ഒരു മുന്നേറ്റമുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പരമ്പരാഗത വ്യവസായങ്ങളിലും മറ്റ് മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ തകർച്ചയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തൊഴിൽ സാധ്യതകളും മറ്റു കാര്യങ്ങളും വലിയ രൂപത്തിൽ കുറഞ്ഞു വരുന്നതാണ്. ഇന്നിപ്പം ഏതെങ്കിലും രൂപത്തിൽ തൊഴിൽ സാധ്യതകൾ ഉയർന്നു വരുന്നത് ഈ ടൂറിസം രംഗത്താണ്. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പം എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായലിലൂടെ സീപ്ലെയിൻ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാട് ടൂറിസ്റ്റുകളെ, വിദേശ ടൂറിസ്റ്റുകളെല്ലാം ആകർഷിക്കുന്ന രൂപത്തിലേക്കുള്ള വലിയൊരു കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ സീപ്ലെയിൻ പദ്ധതി ആവശ്യമാണ്. വിനോദസഞ്ചാര മേഖലയിൽ കേരളം കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. സീപ്ലെയിൻ പദ്ധതി അതിൻ്റെ ഭാഗമാണ്. യാതൊരു പഠനവും നടത്താതെ നടപ്പാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് നേരത്തെ എതിർത്തത്. പദ്ധതി മൂലം മത്സ്യബന്ധന മേഖലയ്ക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല. എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുമെന്നും ആർ നാസർ പറഞ്ഞു. ഒരു ധാരണയില്ല, ആരുമായിട്ട് ഒരു ചർച്ച ചെയ്തില്ല, വസ്തുതകൾ ബോധ്യപ്പെടുത്താതെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് വന്നത്. അപ്പം വന്നുകൊണ്ടാണ് ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഇത് തുടങ്ങാനെന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞത്. അല്ല വേറൊന്നുമില്ല. അന്ന് നമ്മൾ അഭിപ്രായം നമുക്കത് ബോധ്യപ്പെട്ടു. ഇപ്പം അത് ബോധ്യപ്പെടാത്ത ആരെങ്കിലും അവർക്കൂടെ ബോധ്യപ്പെട്ട് കറക്റ്റ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. കറക്റ്റ് ചെയ്ത് ഇത് വരിക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി യാതൊരു കാരണവശാലും നമുക്ക് തടസ്സപ്പെടുത്താനും പാടില്ല. അതെല്ലാം വരണം. ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് പുരോഗമിക്കൂ. അതൊക്കെ ഇങ്ങനെ വരുന്നത്, അതൊക്കെ സ്വാഭാവികമായിട്ട് വരും. കാരണം അവർക്ക് ഈ കാര്യം പഠിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അവരെ പഠിപ്പിച്ചാൽ മതി. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മാറുമല്ലോ. മാറിയാലേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ അവരിപ്പം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് അവർ അഭിപ്രായം പറയുന്നത്. അത് ശരിയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. അത് ബോധ്യപ്പെടുത്തണമല്ലോ. തീർച്ചയായിട്ടും ചർച്ച നടത്തണമല്ലോ. അതുകൊണ്ട് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇവരുമായിട്ടുള്ള എല്ലാ ചർച്ചയും നടത്തി അവരുടെ എല്ലാ ആശങ്കകളും തീർത്തുകൊണ്ട് മാത്രമേ ഇത് വരുള്ളൂ. വിൻ മീഡിയ ചേർത്തല.